സംസ്ഥാനത്ത് ജൂൺ 20 മുതൽ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകുമെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സർക്കാർ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിരുന്നു. എന്നാൽ ജൂൺ 20-ന് തുക വിതരണം ഇതുവരെയും അക്കൗണ്ടുകളിലേക്ക് നടന്നിട്ടില്ല. സംസ്ഥാനത്തെ വാർഷികകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർക്കും ജൂൺ മാസത്തിൽ ഒരു ഗഡു പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണം ജൂൺ 20 മുതൽ ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിപ്പ് വന്നിരുന്നത്. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുമെന്നും അറിയിപ്പുണ്ടായിരുന്നു. പെൻഷൻ വിതരണം 2 രീതിയിലാണ് ധനവകുപ്പ് നടത്തിവരുന്നത്. 26 ലക്ഷത്തോളം പേർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക അയക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ തുക വീടുകളിലേക്ക് എത്തിച്ച് നൽകുന്നു. സാധാരണഗതിയിൽ പെൻഷൻ വിതരണം ആരംഭിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്കാണ് ആദ്യം തുക എത്തിത്തുടങ്ങുക. 2-3 ദിവസങ്ങൾക്കകം ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാകാറും ഉണ്ടായിരുന്നു. അതിനുശേഷം ബാങ്ക് അക്കൗണ്ടിലേക്ക് വിതരണം ആരംഭിച്ചതിന് ശേഷം 1-2 ദിവസം കഴിഞ്ഞാണ് ഓരോ സഹകരണ ബാങ്കിലേക്കും പെൻഷൻ വിതരണത്തിനുള്ള തുകയും ലിസ്റ്റും എത്തി വീടുകളിലേക്ക് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. ജൂൺ 20-ന് പെൻഷൻ വിതരണം ആരംഭിക്കാത്തതിൻ്റെ കാരണം ഫണ്ട് എത്തുവാൻ വൈകുന്നത് കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല, സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിനും ശമ്പള വിതരണത്തിനുമൊക്കെയായി ഒരു 2000 കോടി രൂപ കൂടി റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിലുള്ള ഇ-കുബേർ സംവിധാനം വഴി കടപ്പത്ര ലേലത്തിലൂടെ സ്വരൂപിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ അടുത്ത ചൊവ്വാഴ്ച, അതായത് ജൂൺ 24 ചൊവ്വാഴ്ചയാണ് റിസർവ് ബാങ്കിൽ ഇനി കടപ്പത്ര ലേലമുള്ളത്. അതിനാൽ അന്നായിരിക്കും സംസ്ഥാനത്തിന് 2000 കോടി രൂപ വായ്പയായി ലഭിക്കുക. ആ ദിവസം മുതലായിരിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം സജീവമാകുക. അതിനാൽ ഇന്ന് 20-ാം തീയതി പെൻഷൻ തുക വരാത്ത സാഹചര്യത്തിൽ അടുത്ത ആഴ്ചയായിരിക്കും ഇനി പെൻഷൻ വിതരണം ഉണ്ടാവുക എന്നാണ് സൂചനകൾ. പെൻഷൻ വിതരണം 1-2 ദിവസം വൈകി ആരംഭിക്കുന്നത് ഇതിനു മുമ്പും നടന്നിട്ടുള്ളതാണ്. പ്രധാനമായും പറഞ്ഞ തീയതിയിൽ ഫണ്ട് എത്തുവാൻ വൈകുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി മറ്റു ഫണ്ടുകൾ വല്ലതും ഉപയോഗിച്ച് നാളെയോ മറ്റന്നാളോ പെൻഷൻ വിതരണം ഉണ്ടാവുകയാണെങ്കിൽ അക്കാര്യവും നിങ്ങളെ അറിയിക്കുന്നതാണ്.